ഒരു അനുപാതമെടുത്താൽ വളരെ ചെറിയ ഒരു തുക മാത്രമാണ്. ബാക്കി സ്പോൺസർഷിപ്പ് വഴിയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ഭാരമൊന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. എന്ന് മാത്രമല്ല, ഇതൊരു സിഗ്നേച്ചർ പരിപാടിയായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യവും. ഇത്തവണ ഫെസ്റ്റിവൽ മന്ത് എന്നുള്ള നിലയിൽ ഡിസംബറിനെയാണ് കേരളീയത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ വലിയ അപാകം ബിജെപിക്ക് തോന്നുന്നുണ്ടോ? അഭിലാഷ്, നമുക്ക് ചില വസ്തുതകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി CPM-ന്റെ പ്രതിനിധി ശ്രീ പ്രകാശിനോട് നേരിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം കേരളം വലിയ വികസന മുന്നേറ്റത്തിലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ച് വരുന്നയാളുടെ കയ്യിൽ അത് സംബന്ധിച്ച കണക്കുകൾ ഉണ്ടായിരിക്കണമല്ലോ. പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു, വലിയ തോതിൽ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു, ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ള FDI എത്രയാണ്? എത്ര കോടി രൂപയാണ്? കൃത്യമായ കണക്ക് പറയണം, തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ കേരളത്തെ ഇകഴ്ത്തിക്കാട്ടുക എന്നുള്ളത് BJP-ക്കും കോൺഗ്രസിനും വളരെയേറെ താല്പര്യമുള്ള വിഷയമാണ്. ഇത് ഇകഴ്ത്തി കാണിക്കലല്ല, കണക്കാണ് ചോദിച്ചത്. സംസ്ഥാനമല്ല, കണക്കാണ് ചോദിച്ചത്. FDI, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കണക്കാൻ പറയുന്നത്. കണക്ക് പറയൂ, എത്ര രൂപ കിട്ടി? കണക്കാൻ ചോദിക്കുന്നത് എത്ര രൂപ കിട്ടി? ഞാൻ കണക്കാൻ പറയുന്നത്. പറയൂ. നിങ്ങൾ ചോദ്യം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നേരെ നിങ്ങളെ കുട്ടിയൊന്നല്ലല്ലോ. ഞാൻ കണക്കാ പറയുന്നത്. ശിശുമരണ നിരക്കിൽ കേന്ദ്രം 1000-ൽ ഈ രാജ്യത്തെ എത്രാം സ്ഥാനത്താണ്? മാതൃമരണ നിരക്കിൽ കേരളം 97ആണ്, 19ആണ് കേരളം. 1000-ക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നത് 70ആണ്. കേരളത്തിൽ സാമൂഹിക പുരോഗതി കാര്യമല്ല ചോദിച്ചത്. ആളോഹരി വരുമാനം ഇതല്ല ചോദിച്ചത്. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എത്ര കൊണ്ടുവന്നു? നിങ്ങള് ചക്ക എന്ന് ചോദിക്കുമ്പോ ചുക്കെന്ന് പറയല്ലേ, ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോ മറ്റു പല കാര്യങ്ങളും പറയല്ലേ. കേരളത്തിലേക്കാണ് പിന്നെ കേരള സംസ്ഥാനത്തേക്ക് എത്ര FDI വന്നു? നിങ്ങൾ ആളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. ഫോറിൻ ഡയറക്ട് FDI നേരിട്ട് കൊണ്ടുവരാൻ കേരളത്തിലേക്ക് എത്ര FDI വന്നു? നിങ്ങൾ പറയൂ. കേരളത്തിലേക്ക് എത്ര FDI വന്നു? കണക്കുണ്ട്. എന്റെ കയ്യിൽ കണക്കുണ്ട്. എന്റെ കയ്യിൽ കണക്കുണ്ട്. ഫോറിൻ ഡയറക്ട് എന്റെ കയ്യിൽ കണക്കുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കണക്കുണ്ടാവും. മാഷ് ഉരുളണ്ട, മാഷ് കിടന്നുരുളണ്ട. ഇവിടെ കേരളം പിന്നെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ പോളിസികളിലെ കേരളത്തിലേക്ക് FDI കൊണ്ടുവരുന്നത് വിദേശ രാജ്യ നിക്ഷേപം. മാഷ്ക്ക് അറിയില്ല. എന്റെ സമയമുള്ള ഞാൻ പറയാം. അഭിലാഷ് ഒന്നിടപെടും. ഞാൻ ചോദ്യത്തിന് പറയുന്നത് കേരളത്തിലേക്ക് വിദേശ നിങ്ങൾ വെറുതെ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അതിവേശ നിക്ഷേപം നരേന്ദ്രമോദിയുടെ അനുവാദമില്ലാതെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരമുണ്ടോ? നിങ്ങൾ പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി നേരിട്ട് കൊണ്ടുവരാൻ പിണറായി വിജയൻ അധികാരമുണ്ടോ? പറയൂ. ശരി, സമ്മതിച്ചു. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിന്റെ മന്ത്രി അഭിലാഷ് ഒരു സെക്കൻഡ് സന്ദീപ് പറയൂ. അഭിലാഷ് മാഷെ, അല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ നല്ല വിദ്യാസമ്പന്നരായ യുവാക്കളൊക്കെ ഉണ്ടല്ലോ. അതാണ് എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത്. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരുന്നതിൽ നരേന്ദ്രമോദി തടസ്സം രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദാഹരിക്കുന്നത് പ്രളയകാലത്ത് റെഡ് ക്രസന്റ് കൊടുക്കാമെന്നേറ്റ പണം തടഞ്ഞു എന്നുള്ളതാണ്. അത് രാജ്യത്തിന് കിട്ടാവുന്ന സഹായം വിദേശത്ത് നിന്ന് ഈ ദുരിതാശ്വാസ സമയത്ത് സഹായം സ്വീകരിക്കേണ്ട എന്നുള്ളത് സുനാമി കാലത്ത് ഇന്ത്യ ഗവൺമെന്റ് എടുത്ത പോളിസിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വ്യാവസായിക നിക്ഷേപമാണ്. വ്യാവസായിക നിക്ഷേപം ഉണ്ടാക്കുന്നത് അത് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പണ്ട് ജിം നടത്തിയത്. അതിനാണ് നമ്മൾ പണ്ട് ജിം ഒരു മിനിറ്റ് അതിനാണ് നമ്മൾ പണ്ട് ജിം നടത്തിയത്. അതിനാണ് ഗുജറാത്തിൽ ഒരു സെക്കൻഡ് അദ്ദേഹത്തിന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ ശ്രീ പ്രകാശ്. അത് കടമെടുക്കല്ലേ? ഞാൻ അങ്ങേക്ക് അത് ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. പറയൂ. എന്റെ അഭിലാഷേ, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്തിനു വേണ്ടിയാന്ന് പോലും അറിയാത്ത CPM-ന്റെ പ്രതിനിധി ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് പറയാൻ സാധിക്കും? ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് കേരളത്തിൽ തുടങ്ങിയിട്ടുള്ള വ്യവസായത
കേരളത്തിൽ വ്യവസായ നിക്ഷേപം വരുന്നതിനാണ് മാഷെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം FDI ആയി കേരളത്തിലേക്ക് എന്ത് നിക്ഷേപം വന്നു, ഏതേത് പദ്ധതികൾ നിക്ഷേപിക്കപ്പെട്ടു, അങ്ങനെ കേരളത്തിൽ എത്ര എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടായി, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് പുതുതായിട്ട് എന്ത് സംഭാവന വന്നു, ഇതാണ് ചോദിച്ചത്. മസാല ബോണ്ട് FDI ആണ്, അല്ലെങ്കിൽ റെഡ് ക്രോസിന് കൊടുക്കുന്ന സഹായം FDI ആണ് എന്നൊക്കെ പറയുന്ന CPM-ന്റെ പ്രതിനിധിയുടെ നിലവാരം കണ്ടിട്ട് എനിക്ക് CPM-നോട് സഹതാപമേ ഉള്ളൂ. കേവലം ഇവരൊക്കെയാണല്ലോ ഈ കേരളത്തെ ഇങ്ങനെ ഭരിച്ചങ്ങ് മുന്നോട്ട് നയിക്കുന്നത്. ഇവരാണല്ലോ കേരളത്തിന്റെ നയരൂപീകരണ സമിതികളിൽ ഇരിക്കുന്നത്. എന്റെ കേരളത്തെ ആലോചിച്ച് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. ഇത്ര നിലവാരമില്ലാത്ത രീതിയിൽ എന്താണ് FDI എന്ന് പോലും അറിയാത്തവർ കേരളത്തെ നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നം. ഇവിടെ പ്രകാശൻ ആദ്യം പറഞ്ഞ കാര്യം എന്താ, മാതൃഭൂമി പരസ്യത്തിലല്ലേ നിലനിൽക്കുന്നത്? ശരിയാണ്, മാതൃഭൂമി സ്വകാര്യ സ്ഥാപനമാണ്. മാതൃഭൂമിയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റിൽ നിന്നാണ്. കേരള ഗവൺമെന്റിന്റെ റവന്യൂ എവിടുന്നാണ് ജനറേറ്റ് ചെയ്യേണ്ടത്? സ്പോൺസർഷിപ്പ് എന്നാണോ? അല്ല, നിങ്ങൾ ടാക്സ് പിരിച്ച് കേരളത്തിന്റെ റവന്യൂ ജനറേഷൻ കൂട്ടണം. ആ ടാക്സ് പിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FDI വന്ന് കേരളത്തിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് വന്ന് ഇവിടെ നിക്ഷേപങ്ങൾ വന്ന് ഇവിടെ വ്യാവസായിക സ്ഥാപനങ്ങൾ ഉണ്ടാവണം, ഇവിടെ പുതിയ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ ടാക്സ് ബേസ് വർദ്ധിക്കണം. അങ്ങനെ ടാക്സ് ബേസ് വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ഖജനാവിലേക്ക് കൂടുതൽ പണം വരും. അങ്ങനെ ടാക്സ് പിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ടാക്സ് പിരിക്കാനുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നില്ല. ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പകരം നിങ്ങൾ എന്താണ്, പിന്നെ സർവത്ര മുടിഞ്ഞ് ഇവിടെ പണം ഒട്ടുമില്ലാത്ത ആളുകൾ കയ്യിൽ പൈസ ഉള്ള സമയത്താണ് നിങ്ങൾ വീട്ടിൽ വലിയ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഒരു പണവും ഇല്ല. നിങ്ങൾ KSRTC-കാരുടെ ശമ്പളം ഈ മാസം പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല, ഇപ്പോഴും പെൻഡിംഗ് ആയി കിടക്കുന്നു. പെൻഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല, പെൻഡിംഗ് ആയി കിടക്കുന്നു. ഇവിടുത്തെ NHRM-ൽ പെൻഡിംഗ് വരുന്നു. ഡോക്ടർമാരെ പ്രതിഷേധത്തിലാണ്. ഇങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ. ഇവിടെ നെൽകർഷകരുടെ പണം നിങ്ങൾ കൊടുത്തിട്ടില്ല. നെൽകർഷകർ കണ്ണീരിലാണ് കിടക്കുന്നത്. അങ്ങനെ ഈ സംസ്ഥാനത്ത് ഒട്ടുമിക്കവാറും സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ മുഴുവൻ പണം കൊടുക്കാൻ പറ്റാതെയും കേരളത്തിലെ വികസന പദ്ധതികളിൽ പണം മുടക്കാൻ കഴിയാതെയും കേരളം ഇങ്ങനെ മുച്ചൂടും മുടിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ പണം പിരിച്ചുകൊണ്ട് സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് കേരളീയം എന്ന മാമാങ്കം സംഘടിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളെ ആരെയാണ് ആക്ഷേപിക്കുന്നത്? ഒരു കാര്യം കൂടി പറയാം. ഇന്ന് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു പൊതുതാൽപര്യ ഹർജിയുണ്ട്. കേരള ഹൈക്കോടതി അക്കാര്യത്തിൽ സർക്കാരിനോട് വിശദീകരണം തരും. എന്താണെന്നറിയോ? പാറമട മുതലാളിമാരുടെ കേസുകളിൽ സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുക്കുന്നു എന്ന സംശയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വെറും സംശയമല്ല. പാറമട മുതലാളിമാർ പരിസ്ഥിതിയെ ചൂഷണം ചെയ്തതിന് കേരള ഖജനാവിലേക്ക് അടക്കേണ്ട പിഴ, ആ പിഴ നീട്ടിക്കിട്ടാൻ വേണ്ടി അവർ കോടതിയിൽ പോകുന്ന സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, സംസ്ഥാന സർക്കാരിന്റെ വക്കീലന്മാർ മിണ്ടുന്നില്ല. ഇവിടെ നോക്കൂ, ആർക്കൊക്കെയാണ് പണം കിട്ടുന്നത്? പണം കൃത്യമായി കിട്ടുന്നത് ധനകാര്യമന്ത്രി ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായ പണം കിട്ടുന്നുണ്ട്. മുൻ ധനകാര്യമന്ത്രി ആയുർവേദ ചികിത്സയ്ക്ക് പോയി തോർത്തും അതുപോലെ പഴംപൊരിയും വാങ്ങിയാലടക്കം അതിന്റെ പണം കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇവിടെ മന്ത്രിമാർക്ക് പണം കൃത്യമായി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്നവർക്കുണ്ട്. ഈ കേരളീയം എന്ന് പറയുന്ന ഈ ഉഡായിപ്പ് പരിപാടി പോലും വാസ്തവത്തിൽ മരുമകന്റെ ബന്ധുക്കളുടെ ഈവന്റ് മാനേജ്മെന്റുള്ള പരിപാടിയാന്ന് ആർക്കാ അറിയാത്തത്? ആർക്കാ ഇതറിയാത്തത്? അപ്പൊ ഈ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കരുത്. FDI എന്താണെന്ന് അറിയില്ല, വിദേശ നിക്ഷേപം എന്താണെന്ന് അറിയില്ല, അത് കൊണ്ടുവരേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് അറിയില്ല, മസാല ബോണ്ട് FDI ആണെന്ന് അറിയില്ല, അതല്ലെങ്കിൽ റെഡ് ക്രോസിന്റെ സഹായം FDI ആണെന്നൊക്കെ പറയുന്ന CPM-ന്റെ ഈ താത്വിക ആചാര്യന്മാരാണ് കേരളത്തിന്റെ സാമ്പത്തിക നയത്തെ ഇതുപോലെ വഷളാക്കിയത്. നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ അധികാര കസേരയിലിരിക്കാൻ ഒരു യോഗ്യതയുമില്ല. നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർക്ക് ജോലി അവസരമില്ല. അവരൊക്കെ കേരളത്തെ നയിക്കുന്നത് ഇത്തരക്കാരാണല്ലോ എന്നോർത്ത് ഈ ചർച്ച കണ്ട് സഹതപിക്കുന്നുണ്ടാകും. അതിലപ്പുറം ഒന്നും നിങ്ങളെ കുറിച്ച് പറയാനില്ല. ശരി, ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നത് തമ്മിൽ താരതമ്യം ചെയ്യേണ്ടതുണ്ടോ? അല്ല അഭിലാഷ്, അതിനു മുമ്പ് ശ്രീ പ്രകാശൻ അദ്ദേഹം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ചാണ് ഈ കളി മുഴുവൻ നടത്തുന്നത്. ശരിയാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലം തൊട്ട് തിരുവിതാംകൂർ ഭാഗത്ത് കൊച്ചിയിലൊക്കെ വലിയ പുരോഗമനം പണ്ടുകാലം തൊട്ടേ ഉണ്ടായിരുന്നു, നമുക്കറിയാവുന്നതാണല്ലോ. ഇപ്പോൾ കേരളത്തിന് തന്നെ സ്വന്തമായിട്ട് തന്നെ വാക്സിനുകൾ വികസിപ്പിക്കാൻ വേണ്ടി തിരുവിതാംകൂറിന്റെ കാലത്ത് തന്നെ പരിശ്രമം തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇവർ വന്നിട്ട് വാക്സിൻ വികസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ചില കവികളെയൊക്കെ അതിന്റെ ചെയർമാൻമാരാക്കിയിട്ടൊക്കെ വെച്ചല്ലോ. ഇപ്പൊ ആ വാക്സിന്റെ അവസ്ഥ എന്താണ്? ചില സിനിമാക്കാരെയൊക്കെയാണ് വാക്സിൻ വികസിപ്പിക്കാനുള്ള സമിതിയുടെ തലപ്പത്ത് കൊണ്ടിരുത്തിയിരുന്നത്. ആ വാക്സിന്റെ അവസ്ഥ എന്താണെന്ന് ഇവർ തന്നെ പറയണ്ട. ക്യൂബയിൽ നിന്ന് അത്ഭുതം മരുന്ന് കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വാചക കസർത്തുകളിലൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് CPM എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അത് വളരെ ദീർഘകാലമായിട്ടുള്ള നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് നമ്മുടെ വരുമാനത്തെ കുറിച്ചാണ്. ഈ വരുമാനം കേരള സർക്കാർ ഉണ്ടാക്കി കൊടുത്ത വരുമാനമല്ലല്ലോ. കേരളത്തിലെ യുവാക്കൾ കഷ്ടപ്പെട്ട് കടൽ കടന്ന് പ്രവാസികളായി മറ്റ് രാജ്യങ്ങളിൽ പോയി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അയക്കുന്ന പണമല്ലേ നിങ്ങൾ ഈ വരുമാനത്തിൽ രേഖപ്പെടുത്തുന്നത്? അതല്ലാതെ കേരളം സർക്കാർ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ജോലി അവസരങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി വികസിച്ചതല്ലല്ലോ.
ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് ജനങ്ങൾ പുറത്തുപോയി അധ്വാനിച്ചതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. യൂറോപ്പിൽ പോയി, ഗൾഫിൽ പോയി, അതല്ലെങ്കിൽ ചെന്നൈയിൽ പോയി, ബാംഗ്ലൂരിൽ പോയി ഒക്കെ അധ്വാനിച്ച് കിട്ടിയ പണമാണ്. അല്ലാതെ നിങ്ങളുടെ ഔദാര്യം കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല. നിങ്ങൾ പരമാവധി ഇവിടെ ഏതെങ്കിലും ഒരു പെട്ടിക്കട തുടങ്ങിയാൽ പോലും അതിനു മുന്നിൽ പോയി ചെങ്കൊടി ഉത്തി പൂട്ടിച്ച പാരമ്പര്യമാണ് പ്രകാശിന്റെ പാർട്ടിക്ക് ഉള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ചിട്ടാണെങ്കിൽ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ മുന്നിലാണ് എന്ന് കരുതിയിട്ട് ആ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ സാമ്പത്തിക വികസനത്തിൽ അവിടുത്തെ ജനങ്ങളൊക്കെ സന്തുഷ്ടാവസ്ഥയിൽ ജീവിക്കുകയാണ് എന്നതിന് അർത്ഥമുണ്ടോ? ഇപ്പോൾ ചില സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെക്കാൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ മുന്നിലാണ്. പക്ഷേ ആ സംസ്ഥാനങ്ങളിൽ ആ രാജ്യങ്ങളിലൊക്കെ വലിയ അരാജകത്വമാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്. ശ്രീലങ്ക പോലെയുള്ള പല രാജ്യങ്ങളും അങ്ങേയറ്റത്തെ വലിയ പ്രതിസന്ധി നേരിടുന്നു. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളെക്കാൾ മുന്നിലായിരിക്കും അത്തരം രാജ്യങ്ങൾ എന്ന് കരുതി ഇന്ത്യയെക്കാൾ വലിയ സാമ്പത്തിക സ്ഥിതിയിലാണ് അവർ എന്ന് നമുക്ക് വിവക്ഷിക്കാൻ സാധിക്കുമോ? അത് സാമാന്യേന സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്ന ഏവരും പ്രകാശന്റെ ഇത്തരം ആർഗ്യുമെന്റ്സിനെ വില വെക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. CPM എല്ലാ കാലത്തും പിടിച്ചു തൂങ്ങുന്നത് ഈ ആർഗ്യുമെന്റിലാണ്. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ? ഞാൻ കൃത്യമായി ചോദിച്ചു, നിങ്ങളുടെ FDI എത്ര കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു? അത് ഗവൺമെന്റിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ ഗവൺമെന്റ് എടുക്കുന്ന നയവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന വിദേശ നിക്ഷേപത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത്. അത് ആദ്യത്തെ 10 പോലും നമ്മളില്ല. ഈ രാജ്യത്തേക്ക് തമിഴ്നാടും ഉത്തർപ്രദേശും തെലങ്കാനയും ആന്ധ്രയും കർണാടകയും അടക്കമുള്ള മഹാരാഷ്ട്രയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന FDI താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം പുറകിലാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ടൂറിസ്റ്റുകളുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. ടൂറിസത്തിൽ നമ്മളിപ്പോൾ നേരത്തെ 1ാം സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്ന സംസ്ഥാനം ഇന്ന് നമ്മൾ വളരെ പുറകെയാണ്. തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ്, ആന്ധ്രയാണ്, തെലങ്കാനയാണ്, കർണാടകയാണ്. കേരളം ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ പോലും ഇപ്പൊ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. മരുമകൻ വികസിപ്പിച്ച് ടൂറിസത്തിനെ ഒരു അരിക്കാക്കി മാറ്റിയിട്ടുണ്ട്. പ്രകാശന കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അജ്ഞതയെ പഠിക്കുന്നില്ല, അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ദേശാഭിമാനി മാത്രം വായിക്കുന്നതിന്റെ കുഴപ്പമാണ്. ഇനി ചില കാര്യങ്ങൾ കൂടി പറയാം. അങ്ങ് ചോദിച്ച ചില കാര്യങ്ങൾ, ഇവിടെ ഓണം വാരാഘോഷം നടക്കുന്നത് പോലെ, അതല്ലെങ്കിൽ പഞ്ചായത്തിൽ നമ്മൾ കേരളോത്സവം നടക്കുന്നത് പോലെ കേരളീയത്തെ കണ്ടാൽ പോരെ എന്നാണ് അഭിലാഷ് ചോദിച്ചത്. കേരളോത്സവം നടക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ ഓണം വാരാഘോഷം നടക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ തനത് ഫണ്ടിൽ നിന്ന് പണം കൊടുത്തിട്ടാണ് നടക്കുന്നത്. അല്ലാതെ ജില്ലാ കളക്ടർമാരെയും പഞ്ചായത്ത് സെക്രട്ടറിമാരെയും തഹസിൽദാരന്മാരെയും വില്ലേജ് ഓഫീസർമാരെയും രശീദ് കുറ്റിയുമായി നാട്ടുകാരെ പിഴിയാൻ വിട്ടിട്ടല്ല. അങ്ങനെയല്ല സർക്കാരിന്റെ പണി നടക്കേണ്ടത്. സർക്കാർ തനത് ഫണ്ടിൽ നിന്ന് ചെലവാക്കണം, നികുതി പണത്തിന് ചെലവാക്കണം. അങ്ങനെ നികുതി പണത്തിന് ചെലവാക്കാൻ സാധിക്കാതെ വരുമ്പോൾ റെസീറ്റ് കുറ്റിയുമായി കൊള്ളപ്പിരിവിന് വേണ്ടി നാട്ടിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരെയാ പിഴിയാൻ പോകുന്നത്? അവർ പിഴിയാൻ പോകുന്നത് ഈ നാട്ടിലെ മാഫിയകളെയാണ്, പാറമടക്കാരെയാണ്. അവർ പിരിവ് കൊടുക്കുമ്പോൾ വെറുതെ പിരിവ് കൊടുക്കുമോ? പാറമടക്കാർ പിരിവ് കൊടുക്കുന്നത് പിഴപ്പലിശ അടയ്ക്കാനുള്ള സമയം നീട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ സഹ്യപർവ്വതം മുഴുവൻ പൊട്ടിച്ച് പാറ എടുത്ത് കൊണ്ടുപോയി വിൽക്കാനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടാണ്, അതിന് സർക്കാരിന്റെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ധനകാര്യമന്ത്രിയുടെ കുടുംബത്തിനടക്കം പങ്കുള്ള ഈ പാറമട മാഫിയകൾ പണം കൊടുക്കുന്നത്. സംശയമുണ്ടോ? കേരളത്തിലെ ഏറ്റവും വലിയ പാറമട മാഫിയ ആരാണ് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഈ സംസ്ഥാനത്തെ പാറമട മുതലാളിമാർ, ക്വാറി മുതലാളിമാർ, അവരെ GSTയിൽ ഉൾപ്പെടുത്തിയാൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും അധികം GST കൊടുക്കേണ്ടി വരുന്ന കുടുംബം അത് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയുടെ കുടുംബമായിരിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഇവിടെ സകലമാന മാഫിയകൾക്കും വേണ്ടി എല്ലാ വിട്ടുവീഴ്ച ചെയ്യുന്നു. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറികളിൽ സംസ്ഥാന GST വകുപ്പ് ഒരു പരിശോധന നടത്തിയാൽ ആ നിമിഷം സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് ഫോൺ വരികയാണ്, GST ഉദ്യോഗസ്ഥർക്ക് അവരെ വിട്ടേക്ക്, നമുക്ക് പണം തരുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് വരേണ്ട പണം പിരിച്ചെടുക്കാതെ, തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാതെ, നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നു, KSRTCക്കാരുടെ പെൻഷൻ മുടങ്ങുന്നു, നെൽകർഷകരുടെ പൈസ കൊടുക്കുന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ വാഗ്ദാനം കൊടുത്തിരുന്ന ചാരായ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതാണ്. CITUകാര ഏറിയ കൂറും. ആ AK ആന്റണി ചാരായ നിരോധനത്തിന് ശേഷം ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ വരുന്ന ഒഴിവുകളിൽ ഈ സംസ്ഥാനത്തെ ചാരായ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും വാദോരാതെ വാഗ്ദാനം മാത്രം കൊടുക്കുന്ന പ്രകാശൻ അറിയോ ആത്മഹത്യ ചെയ്ത ചാരായ തൊഴിലാളികളുടെ എണ്ണം ഒന്ന് പറയാൻ സാധിക്കുമോ? 100 കണക്കിന് മനുഷ്യർ. ഈ 99.4% CITUക്കാർ. ആ ചാരായ തൊഴിലാളികൾ ഉണ്ടാക്കിയിട്ടുള്ള രമ്യഹർമ്മ്യങ്ങൾ, അവരുടെ ചോര നീരാക്കി ഉണ്ടാക്കിയിട്ടുള്ള രമ്യഹർമ്മ്യങ്ങളിൽ, അവരുടെ പണം മുടക്കി വാങ്ങിയ കാറുകളിൽ, ആഡംബര കാറുകളിൽ കേരളത്തിൽ ഇങ്ങനെ ചീറിപ്പായുന്ന പ്രകാശനും CPM നേതാക്കന്മാർക്കും അവരുടെ ദുഃഖം മനസ്സിലാവോ? ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ചാരായ തൊഴിലാളികളുടെ പുനരധിവാസം സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ നിമിഷം വരെ നടപ്പാക്കിയിട്ടുണ്ടോ? പിൻവാതിൽ നിയമനം നടക്കണോ? ഇതിനിപ്പോ പറയുന്നത് എന്താ? കേരളമാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്തത്. നിങ്ങൾ ആരെ മുഖത്ത് നോക്കിയിട്ടാ കൊഞ്ഞനം കുത്തുന്നത്?
ശിവരഞ്ജനും നസീമും ഒക്കെ PSC-യിൽ 1-ാം സ്ഥാനത്ത് കയറുന്ന സമയത്ത് PSC-യുടെ അംഗത്വം പണം മേടിച്ച് നിങ്ങളുടെ CPM നേതാക്കന്മാർ വിൽപ്പനയ്ക്ക് വെച്ച കാലത്ത് PSC റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ യുവാക്കൾ മുട്ടിലഴയുന്ന കാഴ്ച കേരളം കാണുമ്പോൾ ആരെ നോക്കിയിട്ടാണ് നിങ്ങൾ കൊഞ്ഞനം കുത്തുന്നത്? എന്നിട്ട് പറയാണ് കേരളം 1-ാം സ്ഥാനത്താണെന്ന്. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത്? നിങ്ങൾ കേരളം 1-ാം സ്ഥാനത്തായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ. കേരളത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു പ്രവാസികൾ ഉള്ളത് കൊണ്ട്. ആ പ്രവാസികൾ ഇല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താകും? നിങ്ങൾ എന്തുണ്ടാക്കി കൊടുത്തു കേരളത്തിന്? ഈ പൂട്ടിപ്പോയ കുറെ ഫാക്ടറികൾക്ക് അപ്പുറം നിങ്ങൾ എന്തുണ്ടാക്കി കൊടുത്തു? വെറുതെ ഇരുന്നിട്ട് പാചക കസരത്ത് പറയാണ് CPM. ശരി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഇവിടെ ശ്രീ പ്രകാശൻ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. അതായത് GST-യിൽ 22% വർധനവുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നികുതി പിരിവിൽ 22% വർധനമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ CPM-ന്റെ ആർഗ്യുമെന്റിനെ തന്നെ കോൺട്രഡിക്ട് ചെയ്യുകയാണ് പ്രകാശൻ ചെയ്തത്. കാരണം CPM പറഞ്ഞത് GST നഷ്ടപരിഹാരം കിട്ടാനുണ്ടെന്നാണ് പ്രകാശൻ മാഷ് അടക്കമുള്ളവർ ചർച്ചയിൽ വന്ന് പറഞ്ഞിരുന്നത്. GST നഷ്ടപരിഹാരം എപ്പോഴാണ് കിട്ടുന്നത്? വളർച്ചയിൽ GST പിരിവിൽ 14% കുറവാണ് വളർച്ചയെങ്കിൽ മാത്രമാണ് GST നഷ്ടപരിഹാരത്തിന് അർഹതയുള്ളത്. അത് മറന്നുകൊണ്ട്, അത് അറിയാത്തത് കൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾക്ക് 22% വളർച്ചയുണ്ട്, പിന്നെ നിങ്ങളുടെ നഷ്ടപരിഹാരം വേണമെന്നുള്ള ആർഗ്യുമെന്റ് നിലനിൽക്കില്ല. കാരണം GST നിയമത്തിനെതിരാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളടക്കം കൈയടിച്ച് പാസ്സാക്കിയുള്ള വാർഷിക വളർച്ചയെങ്കിൽ മാത്രമാണ് നഷ്ടപരിഹാരത്തിന് അർഹതയുള്ളത്. അപ്പൊ വെറുതെ വിവരക്കേട് പറയുന്നത്. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ നികുതി വരുമാന വർധനയെ സംബന്ധിച്ചാണ്, GST-യെ സംബന്ധിച്ചല്ല. GST കോമ്പൻസേഷൻ ഈ കഴിഞ്ഞ ജൂൺ മുതൽ നിർത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് GST അഭിപ്രായമാണ്. നിങ്ങൾ സമ്മതിച്ചിട്ടുള്ളതാണ്, ദേശീയമേലൊക്കെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. വളർച്ചയില്ലേ? വളർച്ചയില്ല എന്നാണ് പറയുന്നത്. ശരി, ഓക്കെ എന്തായാലും